മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദയെയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാരിൽ പാരേസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. പാരേസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു. ആരാം അമ്മീനാദാബിനെ ജനിപ്പിച്ചു. അമ്മീനാദാബ് നാഹോഷിനെ ജനിപ്പിച്ചു. നാഹോഷ് ശലോമോനെ ജനിപ്പിച്ചു. ശലോമോൻ രഹാബിൽ ബോവാസിനെ ജനിപ്പിച്ചു. ബോവാസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഈശായിയെ ജനിപ്പിച്ചു. ഈശായ് ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദ് ഊര്യാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ശലോമോൻ രഹബ്യാമിനെ ജനിപ്പിച്ചു. രഹബ്യാം അബിയാവെ ജനിപ്പിച്ചു. അബിയാവ് ആസായെ ജനിപ്പിച്ചു. ആസ യശോഫാത്തിനെ ജനിപ്പിച്ചു. യശോഫാത്ത് യോരാമിനെ ജനിപ്പിച്ചു. യോരാം ഉസിയാവെ ജനിപ്പിച്ചു. ഉസിയാവ് യോതാമിനെ ജനിപ്പിച്ചു. യോതാം ആഹാസിനെ ജനിപ്പിച്ചു. ആഹാസ് ഹിസ്കിയാവെ ജനിപ്പിച്ചു. ഹിസ്കിയാവ് മനേശയെ ജനിപ്പിച്ചു. മനേശെ ആമോസിനെ ജനിപ്പിച്ചു. ആമോസ് യോശിയാവെ ജനിപ്പിച്ചു. യോശിയാവ് യെഹേനിയാവെയും അവൻ്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യെഹേനിയാവ് ശെയൽത്തിയേലിനെ ജനിപ്പിച്ചു. ശെയൽത്തിയേൽ സെരുബാബേലിനെ ജനിപ്പിച്ചു. സെരുബാബേൽ അബീഹൂദിനെ ജനിപ്പിച്ചു. അബീഹൂദ് എല്യാക്കീമിനെ ജനിപ്പിച്ചു. എല്യാക്കീം ആസേരിനെ ജനിപ്പിച്ചു. ആസേർ സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് അഹീമിനെ ജനിപ്പിച്ചു. ആഹീം എലീഹൂദിനെ ജനിപ്പിച്ചു. എലീഹൂദ് എലിയാസരെ ജനിപ്പിച്ചു. എലിയാസർ മത്താനെ ജനിപ്പിച്ചു. മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായ്ക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു. യോസേഫ് ഉറക്കമുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.